ഈ വീഡിയോയിൽ നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ്? നമുക്കറിയാം ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും സെയിം ആവുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. സോ ആ ഒരു സെയിൽസ് ഇപ്പൊ ബ്രേക്ക് ഇവൻ സെയിൽസ് എടുക്കുന്ന ടൈമില് കമ്പനിക്ക് പ്രോഫിറ്റും കിട്ടുന്നില്ല, നേരെ മറിച്ച് ലോസും കിട്ടുന്നില്ല. കാരണം അവര് വിൽക്കുന്നത്, ആ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് എത്ര കോസ്റ്റ് ആ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാനായിട്ടാവുന്നുണ്ടോ ആ ഒരു വിലയിൽ തന്നെയാണ് അവർ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കുന്നതിനോടുള്ള യൂസസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, കമ്പനിക്ക് പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റിന്റെ താഴെ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാനും വേണ്ടിയിട്ട് ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിസഷന്റെ ടൈമിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഡള്ളായിരിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, റിമൈൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും കമ്പനീസ് ബ്രേക്ക് ഇവൻ പോയിന്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ദാറ്റ് പോയിന്റ് ഓഫ് സെയിൽസ് വോളിയം അറ്റ് വിച്ച് ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. അപ്പൊ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും സെയിം ആവുന്ന, അതായത് ഈക്വൽ ആവുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം, ആൾജിബ്രൈക് മെത്തേഡും ഗ്രാഫിക് മെത്തേഡും. സോ നമുക്ക് ഗ്രാഫിക് മെത്തേഡ് ഗ്രാഫ് വരച്ച് ചെയ്ത് അങ്ങനെ വേണം നോക്കാനായിട്ട്. സോ നമ്മുടെ സിലബസിൽ അത് പറഞ്ഞിട്ടില്ല. ആൾജിബ്രൈക് മെത്തേഡാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ബ്രേക്ക് ഇവൻ സെയിൽസ് കണ്ടുപിടിക്കാനുണ്ട്. ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ബ്രേക്ക് ഇവൻ സെയിൽസ് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. സോ ഇതൊരു സ്റ്റെപ്പ് ആയിട്ട് വേണം നിങ്ങൾ പഠിച്ചു പോകാനായിട്ട്. ആദ്യം നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു, പിന്നെ നമ്മൾ പി വി റേഷ്യോ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ബ്രേക്ക് ഇവൻ പോയിന്റ് ആണ്. ഇനി അത് യൂണിറ്റ്സിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ബ്രേക്ക് ഇവൻ സെയിൽസിന് സെല്ലിംഗ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക, നമ്മൾ ടോട്ടൽ സെയിൽസിന് സെല്ലിംഗ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് സെയിൽസ് എത്രയാണ് വിറ്റേന്ന് കിട്ടും അല്ലെ, യൂണിറ്റ്സ് കിട്ടും. അത് തന്നെ ഉള്ളൂ ഇവിടെ. ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ബ്രേക്ക് ഈവൻ സെയിൽസിനെ സെല്ലിംഗ് പ്രൈസ് കൊണ്ട് ഹരിക്കാം. പിന്നെ വേറൊരു ഫോർമുല വരുന്നത് ഫിക്സഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ പെർ യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ടോട്ടൽ കോൺട്രിബ്യൂഷൻ അല്ല നമുക്ക് വേണ്ടത്, പെർ യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റിന്റെ കോൺട്രിബ്യൂഷൻ ആണ് നമുക്കിവിടെ വേണ്ടത്. സോ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ്. അപ്പം സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ലെസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. കാരണം ഇവിടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ല നമുക്ക് വേണ്ടത്. സോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് സെയിൽസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഫിക്സഡ് കോസ്റ്റിനെ പി വി റേഷ്യോ കൊണ്ട് ഹരിക്കുക. ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നെങ്കിലും ബ്രേക്ക് ഈവൻ സെയിൽസിനെ സെല്ലിംഗ് പ്രൈസ് കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൊണ്ട് ഹരിക്കുക. സോ എന്തായിരുന്നു ബ്രേക്ക് ഈവൻ പോയിന്റ്? ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വൽ ആയിട്ട് വരുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. കാൽക്കുലേറ്റ് ബ്രേക്ക് ഈവൻ സെയിൽസ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. പ്രോഫിറ്റ് റുപ്പീസ് 1 lakh, 25% ഓഫ് സെയിൽസ്, പി വി റേഷ്യോ 50%. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സെയിൽസിന്റെ 25% ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അതിൽ നിന്ന് സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? അതായത് 25% ഓഫ് സെയിൽസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 1 lakh rupees അല്ലേ? സോ 1 lakh ആണ് സെയിൽസിന് 25% 1 lakh ആണെന്നറിയാം. സെയിൽസിന് നമ്മൾ ഇവിടെ തന്നെ ഇട്ടിട്ട് ഈ 25% ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാം. 25% നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ? സോ 1 lakh ഇൻറ്റു ഈ 100 ഡിവൈഡ് ആയി കിടക്കാണ്. അത് ഇപ്പഴത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്പിൾ ആവും. ഈ 25 താഴേക്ക് പോകുമ്പോൾ ഡിവൈഡ് ആവും. അപ്പൊ 1 lakhന്റെ സോ 100ഉം 25ഉം തമ്മിൽ വെട്ടിപ്പോയി. ഇവിടെ 4 കിട്ടി. നമുക്ക് 4 lakh ആണ് സെയിൽസ് കിട്ടുന്നത്. നിങ്ങൾ ബേസിക് ആൾജിബ്ര അറിയാണ്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഒന്നുമില്ല, നമ്മൾ ഇപ്പുറത്തെ എന്താണോ കൊണ്ടുവരുന്നത്, ഇതൊരു ഈക്വലിറ്റി ഉള്ളത് കാരണം നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആവും. മൾട്ടിപ്ലിക്കേഷന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്. അപ്പോഴും മൾട്ടിപ്ലൈ ആയിട്ട് കിടക്കുന്നുള്ള ഇപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ആയിട്ട് കിടക്കുന്ന
25 താഴേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ആവും. ഇവിടെ ഹരിച്ച് കിടക്കുന്ന 100 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആവും. അപ്പൊ സെയിൽസ് നമുക്ക് 4 lakh rupees കിട്ടി. നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽസിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ എന്നാണ്. അപ്പൊ ഫിക്സഡ് കോസ്റ്റിലേക്ക് നമ്മൾ എത്തണം. ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റ് ലെസ് ചെയ്താൽ മതി. പക്ഷെ കോൺട്രിബ്യൂഷൻ നമുക്ക് അറിയില്ല അല്ലെ. നിങ്ങളിത് കണക്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ കോൺട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ട്. ഇവിടെ സെയിൽസ് ഉണ്ട്, സെയിൽസ് 4 lakh ഉണ്ട്. പിന്നെ PV റേഷ്യോ നമുക്ക് 50% ഉണ്ട്. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഇല്ലേ, എന്ത് വരുന്നു? ഇത് നമ്മുടെ PV റേഷ്യോന് തന്നെ ഇക്വേഷൻ. PV റേഷ്യോയുടെ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഫോർമുല നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? നമ്മുടെ PV റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നാണ്. നമുക്കിവിടെ PV റേഷ്യോ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ സെയിൽസ് നമുക്കറിയാം. PV റേഷ്യോ 50%ഉം സെയിൽസ് 4 lakh ആണെന്നും അറിയാം. അപ്പൊ ഇവിടെ നിന്ന് കോൺട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? അപ്പൊ കോൺട്രിബ്യൂഷനെ മാത്രം നമ്മൾ എടുത്തിട്ട് നമ്മൾ എങ്ങനെ ഇക്വേഷൻ ആക്കും? അപ്പൊ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കാം. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഇത് ഈ സെയിൽസ് ഇപ്പത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സെയിൽസ് മൾട്ടിപ്ലൈ ആവും. PV റേഷ്യോ അതായത് സെയിൽസിന്റെ കൂടെ PV റേഷ്യോന് മൾട്ടിപ്ലൈ ആവും. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ PV റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നാണ്. അപ്പൊ PV റേഷ്യോ മാത്രം ഇട്ടിട്ട് ഈ സെയിൽസ് ഡിവൈഡ് ആയിട്ട് കിടക്കുന്ന സെയിൽസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് മൾട്ടിപ്ലൈ ആവും. സെയിൽസ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ആവും. ഇൻറ്റു 100 എന്ന് നമ്മൾ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ PV റേഷ്യോ ഓൾറെഡി പെർസെൻറ്റേജിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ PV റേഷ്യോ 50 എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഈ 100 കൂടെ എടുക്കണം. അതിന്റെ ആവശ്യമൊന്നും ഇല്ല. നമ്മൾ പെർസെൻറ്റേജ് തന്നെ PV റേഷ്യോ കണ്ടുപിടിക്കുന്നത് കൊണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു 100 ഇട്ട് കുഴപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം 100 മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ പെർസെൻറ്റേജ് ഫോമിൽ നമ്മുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെയും നമ്മൾ 100 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, ബേസിക് ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒഴിവാക്കുക. സോ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടതിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ ഇങ്ങനെ തന്നെ ഇട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇൻറ്റു PV റേഷ്യോ. സെയിൽസ് എത്രയായിരുന്നു? 4 lakh. 4 lakh ഇൻറ്റു 50%. അത് 4 ലക്ഷത്തിന്റെ പകുതി. ഇത്ര നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് 2 lakh അല്ലേ? കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽസ് ഒന്നുകൂടെ നോക്കാം. നമ്മുടെ ഫോർമുല ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. PV റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 50% എന്ന്. നമ്മൾ ഫിക്സഡ് കോസ്റ്റിലേക്ക് ഇനി വരാൻ പോവുകയാണ്. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ പ്രോഫിറ്റ് ഓൾറെഡി ഉണ്ട് അല്ലേ? നമുക്കറിയാം കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. നമുക്ക് പ്രോഫിറ്റ് അറിയാം, കോൺട്രിബ്യൂഷനും അറിയാം, ഫിക്സഡ് കോസ്റ്റ് ആണ് വേണ്ടത്. അപ്പൊ ഈ ഫിക്സഡ് കോസ്റ്റിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക, പ്രോഫിറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ മൈനസ് ആയിട്ട് കിടക്കുന്നതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. ഇവിടെ പ്രോഫിറ്റ് ഓൾറെഡി ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പം അത് നെഗറ്റീവ് ആവും. അപ്പൊ നമുക്കിതിനെ കോൺട്രിബ്യൂഷൻ ലെസ് പ്രോഫിറ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എന്ന് എഴുതാമല്ലോ. കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്ന 2 lakh rupees-ഉം പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു 1 lakh rupees-ഉം. 1 lakh കുറയ്ക്കാം, നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. സോ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 2 lakh minus 1 lakh, 1 lakh rupees. നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിച്ചു 1 lakh. ഇനി ബ്രേക്ക് ഈവൻ സെയിൽസ് കാണാനായിട്ട് ഈ 1 lakhനെ PV റേഷ്യോ ആയിട്ടുള്ള 50% കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ബ്രേക്ക് ഈവൻ
sales is equal to fixed cost divided by PV ratio. ഫിക്സഡ് കോസ്റ്റ് 1 lakhും PV ratio എന്ന് പറയുന്നത് 50%. 50% എഴുതുമ്പോൾ ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100 എഴുതാം. പിന്നെ അങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ 1 lakhന് നമ്മൾ 50%, PV ratio 50% വരുന്നത്. ഇങ്ങനെ വേണം എഴുതാനായിട്ട്. അപ്പൊ നമ്മൾ ഇതിനെ പിന്നെ എഴുതുമ്പം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ 1 lakh ഇവരിടും, ഇതിനെ തിരിച്ചിടും 100 ഡിവൈഡ് ബൈ 50. ഈ 1 lakhന് താഴെ വേറെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇപ്പം 1 lakh ഡിവൈഡഡ് ബൈ 50 ഡിവൈഡഡ് ബൈ 50% ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്കിതിനെ 1 lakh ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു ഇത് തിരിച്ചിടും, ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കും 100 ഡിവൈഡഡ് ബൈ 50. അതായത് നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പം താഴെ ഒരു ഫ്രാക്ഷൻ വീണ്ടും വരുമ്പോൾ നമ്മൾ അതിന്റെ റെസിപ്രോക്കലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ താഴെ 50 കൊടുത്തിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എഴുതുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇപ്പം താഴെ ഒരു പെർസെന്റേജ് ആണ് വരുന്നതെങ്കിൽ 1 lakh ഡിവൈഡഡ് ബൈ 50% എന്ന് കാണിച്ചാൽ മതി. 2 lakh ആണ് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബ്രേക്ക് ഈവൻ സെയിൽസ് ഈസ് ഈക്വൽ ടു 2 lakh. ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണമായിരുന്നു. ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമായിരുന്നു. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ PV റേഷ്യോക്കകത്ത് വാല്യൂസ് ഇട്ട് കൊടുത്തു അല്ലെ. PV റേഷ്യോയുടെ ഫോർമുലക്കകത്ത് വാല്യൂസ് ഇട്ട് കൊടുത്തു. അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് വൈസ് നമ്മൾ ചെയ്തപ്പോഴായിരുന്നു നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് 2 lakh rupees കിട്ടി. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം നമ്മളായിട്ട് തന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് PV റേഷ്യോ കണ്ടുപിടിക്കാൻ. സോ PV റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഫിക്സഡ് കോസ്റ്റ് വേണം. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാം. പിന്നെ ഒരു കേസാണ് നമുക്ക് തരുന്നത്. അപ്പൊ അത് നമുക്ക് വഴിയെ പറയാം. അപ്പൊ ആദ്യം നമുക്ക് PV റേഷ്യോ കണ്ടുപിടിക്കാം. PV റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ വേണം അല്ലെ. സോ കോൺട്രിബ്യൂഷൻ തരാത്തത് കൊണ്ട് അതിനെ കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെയാ വേണ്ടത്? നമുക്ക് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ കിട്ടും. പിന്നെ വേറെ ഉണ്ട്, നമുക്ക് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിയുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പൊ കോൺട്രിബ്യൂഷൻ കാണാനായിട്ട് ആ ഒരു ഫിക്സഡ് കോസ്റ്റിനെ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്താലും കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ബേസിക് ഇക്വേഷൻ തന്നെ. സോ ഫസ്റ്റ് നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. ഇപ്പം സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1 lakh ലെസ് വേരിയബിൾ കോസ്റ്റ് 60,000. കോൺട്രിബ്യൂഷൻ 40,000 കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് PV റേഷ്യോ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് PV റേഷ്യോ, നമ്മുടെ ഫോർമുല എന്തായിരുന്നു? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സോ കോൺട്രിബ്യൂഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം 40,000 ഡിവൈഡഡ് ബൈ സെയിൽസ് എന്ന് പറയുന്നത് 1 lakh ഇൻറ്റു 100, 40% കിട്ടും. നെക്സ്റ്റ് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനായിട്ട് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. PV റേഷ്യോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ ബി എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇപ്പൊ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിച്ചാൽ മതി. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. സോ ഫിക്സഡ് കോസ്റ്റ് 30,000 ഡിവൈഡഡ് ബൈ 40%. നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ പെർസെന്റേജ് ഇട്ടാലും കുഴപ്പമില്ല. ഈക്വൽ ടു 75,000. ഇനി ശ്രദ്ധിക്കാം, നമ്മളോട് ഒരു കേസ് പറയുന്നുണ്ട്, അല്ല 2 കേസ് പറയുന്നുണ്ട്. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹80,000 ആൻഡ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹20,000. അപ്പം സെയിൽസ് 80,000 ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര വരുന്നതാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ അത് സിമ്പിൾ ആണ്. നമ്മൾ ഇത്രയും പഠിച്ചു വെച്ച ഈ ഒരു ഫോർമുല വെച്ചിട്ട് തന്നെ നമുക്കിത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ പ്രോഫിറ്റ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ പ്രോഫിറ്റിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കാം. പ്രോഫിറ്റ് is equal to
പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സഡ് കോസ്റ്റ്. സോ ഇവിടെ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയിൽസ് 80,000 ആണെന്നാണ്. സെയിൽസ് 80,000 ആയിരിക്കുമ്പോൾ പ്രോഫിറ്റ് ഇത്രയെന്നാണ്. സോ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ട് നേരെ തന്നെ പോയിട്ട് നമ്മൾ ഈ കോൺട്രിബ്യൂഷന്റെ റേറ്റ് ഇടുകയും ഫിക്സഡ് കോസ്റ്റ് ഇടുകയും ചെയ്യരുത്. കാരണം എന്താ, നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന ആ ഈ ഒരു ഡീറ്റെയിൽസിന്റെ പ്രോഫിറ്റ് ആയിപ്പോവും ഇതെന്ന് പറയുന്നത്. ഇവിടെ ഒരു കേസ് വന്നിട്ടുണ്ടല്ലേ, സെയിൽസ് ₹80,000. ഈ സെയിൽസ് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവരണം. സോ നമുക്ക് പി വി റേഷ്യോയുടെ ഇക്വേഷൻ നോക്കാം. പി വി റേഷ്യോ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. സോ അവിടെ നിന്ന് നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സോ ഇവിടെ നിന്ന് കോൺട്രിബ്യൂഷൻ കാണാനായിട്ട് നമ്മൾ പി വി റേഷ്യോനെ സെയിൽസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 100 നമ്മൾ എടുക്കില്ല, നേരത്തെ ചെയ്ത പോലെ തന്നെ. സോ ഇവിടെ കോൺട്രിബ്യൂഷന്റെ സ്ഥാനത്ത് നമ്മൾ പി വി റേഷ്യോ ഇൻറ്റു സെയിൽസ് എന്നാണ് ഇട്ട് കൊടുക്കേണ്ടത്. സോ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന കോൺട്രിബ്യൂഷൻ പകരം പി വി റേഷ്യോ ഇൻറ്റു സെയിൽസ് ലെസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്താ പി വി റേഷ്യോ മാറത്തില്ലെന്ന്. പി വി റേഷ്യോ മാറുന്നത്, ചേഞ്ച് ആവുന്നത് നമ്മുടെ വേരിയബിൾ കോസ്റ്റിലും പിന്നെ സെല്ലിംഗ് പ്രൈസിലും എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ്. അപ്പൊ പി വി റേഷ്യോ ഇവിടെ സെല്ലിംഗ് പ്രൈസും ചേഞ്ച് ആവുന്നില്ല, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ആവുന്നതായിട്ടും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ടോട്ടൽ അല്ല, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ആവുന്നതായിട്ടും പറയുന്നില്ല. സോ നമുക്ക് സെയിം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന 40%, ഈ ഒരു 40% നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. സോ സെയിൽസ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 80,000 എന്നാണ്. സോ 80,000ന്റെ 40% കാണാം. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള 30,000 ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. 80,000ന്റെ 40% എന്ന് പറയുന്നത് 32,000 ആണ്. 32,000ൽ നിന്ന് 30,000 ലെസ് ചെയ്യുമ്പം 2,000 rupees ആണ് കിട്ടുന്നത്. അതാണ് ഈ ഒരു കേസിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു കേസും കൂടെ ഉണ്ട്. സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹20,000. ഇവിടെ സെയിൽസ് ആണ് സെക്കൻഡ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ സെയിൽസ് എന്ന് കൊടുക്കുക, സെയിൽസ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ പി വി റേഷ്യോയുടെ തന്നെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണെങ്കിൽ ഇവിടെ നിന്ന് സെയിൽസ് കാണാനായിട്ട് സെയിൽസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, പി വി റേഷ്യോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. സെയിൽസ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. സോ കോൺട്രിബ്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബേസിക് ക്വസ്റ്റ്യനകത്തുള്ള കോൺട്രിബ്യൂഷൻ തന്നെ ചെയ്തു വെക്കരുത്. നമുക്ക് സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് 40,000 ആയിരുന്നു കിട്ടിയിരുന്നത്. സോ കോൺട്രിബ്യൂഷൻ കിട്ടിയെന്നും പറഞ്ഞ് ഇട്ട് വെക്കരുത്, അതല്ല നമുക്ക് വേണ്ടത്. നമുക്കിവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു, പ്രോഫിറ്റ് 20,000 ആയിരിക്കണമെന്ന്. സോ ഇതിലേക്ക് എങ്ങനെ പ്രോഫിറ്റ് കൊണ്ടുവരാം? കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലേ? സോ കോൺട്രിബ്യൂഷൻ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റിന്റെ കൂടെ ഈ നെഗറ്റീവായിട്ട് എടുക്കുന്ന ഫിക്സഡ് കോസ്റ്റിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആയി. സോ പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടും. സോ ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കോൺട്രിബ്യൂഷന് പകരം പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് ഓൾവേസ് സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ചേഞ്ച് ആവുന്നില്ല. സെയിൽസിൽ വ്യത്യാസം വന്നെന്ന് പറഞ്ഞിട്ട് ഫിക്സഡ് കോസ്റ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. സോ പ്രോഫിറ്റ് കണ്ടീഷൻ ആയിരുന്നു, എത്രയായിരുന്നു? 20,000 പ്ലസ് ഫിക്സഡ് കോസ്റ്റ് 30,000 ഡിവൈഡഡ് ബൈ നമ്മുടെ പി വി റേഷ്യോ 40%. സോ 50,000 ഡിവൈഡഡ് ബൈ 40%. ഏതായാലും കുഴപ്പമില്ല.
ഈക്വൽ ടു 1,25,000. സോ ഇതാണ് നമ്മുടെ സെയിൽസ് വരുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിരുന്നു, നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു, സെയിൽസ് കണ്ടുപിടിക്കാനായിരുന്നു. സോ നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻ എന്താണോ അത് തന്നെ വാല്യൂസ് ഇട്ട് കൊടുത്ത് നിങ്ങൾ തെറ്റ് കാണിച്ചു വെക്കാതിരിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The following relate to a concern. Variable cost per unit 15, fixed cost rupees 54,000, selling price per unit rupees 20. Calculate break-even sales. Break-even sales കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് വേണം, പിന്നെന്താ വേണ്ടത്, PV റേഷ്യോ വേണം അല്ലേ. സോ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, PV റേഷ്യോ കണ്ടുപിടിക്കണം. PV റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ വേണം, സെയിൽസും വേണം. സോ ഇവിടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റുമാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും വെച്ച് തന്നെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം, എന്നിട്ട് PV റേഷ്യോയിലേക്ക് വരാം. അപ്പം കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം, അടുത്തത് PV റേഷ്യോ കണ്ടുപിടിക്കണം, പിന്നെ നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസിലേക്ക് വരാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഷുഡ് ബി സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഇഫ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഷുഡ് ബി ബ്രോട്ട് ഡൗൺ ടു 6,000 യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സെല്ലിംഗ് പ്രൈസിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത് ഇപ്പൊ യൂണിറ്റ്സ് നോക്കാന്നുണ്ടെങ്കിൽ 6,000-നെക്കാട്ടിലും കൂടിയൊരു വാല്യൂ ആയിരിക്കും. കാരണം ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും ചെറിയ ഒരു വാല്യൂ ആണ് 6,000 ക്വസ്റ്റ്യന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഷുഡ് ബി ബ്രോട്ട് ഡൗൺ ടു 6,000 യൂണിറ്റ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ന്യൂ PV റേഷ്യോ കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിലോ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ PV റേഷ്യോയിലും ചേഞ്ച് വരുന്നുള്ളത്. അപ്പൊ നമുക്കിങ്ങനെ സെല്ലിംഗ് പ്രൈസിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ PV റേഷ്യോ കണ്ടുപിടിക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. സോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണാനായിട്ട് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുക. സെല്ലിംഗ് പ്രൈസ് 20യും വേരിയബിൾ കോസ്റ്റ് 15 ആണ് വരുന്നത്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് 5 കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് PV റേഷ്യോ കണ്ടുപിടിക്കാനായിട്ടാണ്. PV റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഇൻറ്റു 100. 5 divided by 20 into 100, 25% PV റേഷ്യോ നമുക്ക് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കാനായിട്ടാണ്. സോ ഫിക്സഡ് കോസ്റ്റ് വരുന്നത് 54,000 എന്നാണ്. 54,000 divided by 25% നമുക്ക് 2,16,000 എന്നാണ് കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽസ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 6,000 യൂണിറ്റിലേക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കുറച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്നുള്ളത്. നമുക്കിപ്പം എത്രയാണ് ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് ഉള്ളതെന്നൊന്ന് കണ്ടുപിടിക്കാം. സോ ഫിക്സഡ് കോസ്റ്റ് 54,000ഉം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? 5. സോ 10,800 എന്ന് കിട്ടി. ഇത് മാത്രമല്ല നമുക്ക് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഈവൻ സെയിൽസ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ്. സോ അതും കൂടെ നമുക്ക് നോക്കാം. ബ്രേക്ക് ഈവൻ സെയിൽസ് വരുന്നത് 2,16,000 ആയിരുന്നു. ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് 20 ആണ്. ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു 10,800. നമ്മുടെ പുതിയ 6,000 യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടുപിടിച്ച 10,800 യൂണിറ്റ്സിനെക്കാട്ടിലും കുറവല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൽ നിന്നും കുറഞ്ഞൊരു വാല്യൂ ആയതുകൊണ്ടാണ് ബ്രോട്ട് ഡൗൺ ടു 6,000 തന്നിരിക്കുന്നത്. അപ്പൊ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു പുതിയ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സിൽ വരുന്ന സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണ്. സോ 6,000 യൂണിറ്റ്സിൽ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് വേണ്ടത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണല്ലേ. സോ ഈ ഒരു ഫോർമുല, അതായത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്
divided by contribution per unit. So break-even units is equal to fixed cost divided by contribution per unit. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് പഴയ തന്നെ ഇടരുത്. ഇവിടെ സെല്ലിംഗ് പ്രൈസിൽ ചേഞ്ച് വരുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ സോൾവ് ചെയ്യാൻ നേരം ആദ്യം തന്നെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ലെസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നായിരുന്നു എഴുതിയിരുന്നത്. അത് തന്നെ ഇവിടെയും കൊടുക്കുക. ഇവിടെ സെല്ലിംഗ് പ്രൈസിനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ SP എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇടാം. സോ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് 6000 ആയിരുന്നു. ഫിക്സഡ് കോസ്റ്റ് 54,000 ആണ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 15. സോ ഫിക്സഡ് കോസ്റ്റ് 54,000. സെല്ലിംഗ് പ്രൈസ് അറിയില്ല. വേരിയബിൾ കോസ്റ്റ് 15. സോ ഇതിനെ മൊത്തത്തിൽ ഇത് ഡിവൈഡഡ് എടുക്കൽ ഇതിനെ മൊത്തത്തിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ 6,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ലെസ് 15 ഇസ് ഈക്വൽ ടു 54,000 എഴുതാം. ഈ 6,000 താഴേക്ക് കൊണ്ടുപോകാം. സെല്ലിംഗ് പ്രൈസ് ലെസ് 15 ഇസ് ഈക്വൽ ടു 54,000 ഡിവൈഡഡ് ബൈ 6,000 കൊടുക്കാം. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് 54,000 ഡിവൈഡഡ് ബൈ 6,000. ഇത് മൈനസ് ആയിട്ട് എടുക്കുന്ന 50 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 15 ആവും. സോ 54 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് 9 ആണ്. അപ്പം 9 പ്ലസ് 15 ഇസ് ഈക്വൽ ടു 24. ഇതാണ് നമ്മുടെ പുതിയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. നമുക്ക് പുതിയ PV റേഷ്യോ കൂടെ കണ്ടുപിടിക്കണം. അല്ലേ? ആൾസോ കാൽക്കുലേറ്റ് ന്യൂ PV റേഷ്യോ. സെല്ലിംഗ് പ്രൈസ് ചേഞ്ച് ആവുമ്പം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിലും ചേഞ്ച് ആവും. അപ്പം നമുക്ക് അടുത്തത് ന്യൂ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ്. ഇവിടെ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ആവുന്നില്ല, കാരണം സെല്ലിംഗ് പ്രൈസിൽ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ലെസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. 24 സെല്ലിംഗ് പ്രൈസ് നമുക്കിപ്പോൾ കിട്ടിയത് ലെസ് വേരിയബിൾ കോസ്റ്റ് 15. എത്രയാണ് നമുക്ക് വരുന്നത്? 9 അല്ലേ? റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 9 ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 24 ഇൻറ്റു 100. സോ നമുക്ക് 37.5% ആണ് പുതിയ PV റേഷ്യോ ആയിട്ട് കിട്ടുന്നത്. ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. The fixed cost amount to rupees 50,000 and the percentage of variable cost to sales is 60%. 100% capacity sales of the concern is 3 lakh. Find out break-even point. Also determine its profit at 80% capacity. Fixed cost നമുക്ക് തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് 50,000 ആണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ എഴുതുക. വേരിയബിൾ കോസ്റ്റ് തന്നിട്ടില്ല, പക്ഷേ പെർസെൻറ്റേജ് ഓഫ് വേരിയബിൾ കോസ്റ്റ് സെയിൽസ് 60% തന്നിട്ടുണ്ട്. അതായത് സെയിൽസിന്റെ 60% ആണ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് 100% മുഴുവൻ കപ്പാസിറ്റി സെയിൽസ് എന്ന് പറയുന്നത് 3 lakh ആണ്. അപ്പോൾ ഈ 3 lakhന്റെ 60% എടുത്തു കഴിയുമ്പോൾ 1,80,000 ആണ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. അപ്പോൾ ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഫിക്സഡ് കോസ്റ്റ് വേണം, ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ PV റേഷ്യോ വേണം. PV റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് കോൺട്രിബ്യൂഷൻ നമുക്ക് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വേരിയബിൾ കോസ്റ്റ് വെച്ച് തുടങ്ങിയത്. സോ കോൺട്രിബ്യൂഷൻ കാണാനായിട്ട് സെയിൽസിൽ നിന്ന് ഈ വേരിയബിൾ കോസ്റ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള 1,80,000 ലെസ് ചെയ്യുക. സോ സെയിൽസ് 3 lakh ലെസ് 1,80,000 എന്ന് പറയുമ്പം 1,20,000 ആണ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്താ? PV റേഷ്യോ കണ്ടുപിടിക്കാം. സോ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 നമുക്ക് 40% കിട്ടും. ഈ 1,20,000 നമ്മുടെ സെയിൽസ് ആയിട്ടുള്ള 3 lakh നമ്മൾ കൊടുക്കുക. 40% കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യന് കാണാൻ പറഞ്ഞിരിക്കുന്ന ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഫിക്സഡ് കോസ്റ്റിനെ PV റേഷ്യോനെ ഡിവൈഡ് ചെയ്യുക. സോ ഫിക്സഡ് കോസ്റ്റ് 50,000 ഡിവൈഡഡ് ബൈ 40% 1,25,000 എന്ന് കിട്ടും.
ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഓൾസോ ഡിറ്റർമൈൻ ഇസ് പ്രോഫിറ്റ് അറ്റ് 80% കപ്പാസിറ്റി. അപ്പം കപ്പാസിറ്റി 100% ആയിരുന്നപ്പം 3 lakh ആയിരുന്നു. അപ്പൊ 80% ആണെങ്കിൽ എത്രയായിരിക്കും കപ്പാസിറ്റി വരുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ 3 lakhന്റെ 80% എന്ന് പറയുന്നത് 2,40,000 ആണ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സെയിൽസിൽ നിന്ന് തുടങ്ങി നമ്മൾ പ്രോഫിറ്റ് വരെ വരണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴിയുന്നത്. സോ സെയിൽസ് എന്ന് പറയുന്നത് 2,40,000. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്തായാലും ചേഞ്ച് ആവും, അപ്പോൾ വ്യത്യാസം വരും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസിന്റെ 60% ആണ്. അപ്പം ഈ ഒരു സെയിൽസ് ആയിട്ടുള്ള 2,40,000ന്റെ 60% എടുക്കുക, 1,44,000 കിട്ടും. സോ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 96,000. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫിക്സഡ് കോസ്റ്റ് ഓർക്കണം. ഫിക്സഡ് കോസ്റ്റ് ഓൾവേസ് റിമൈൻ ദ സെയിം. സോ 50,000 ഇവിടെ ലെസ് ചെയ്യുക. ഇപ്പോൾ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ലെസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 46,000 കിട്ടി. അതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.